ഹലോ. അപ്പോൾ മോളുടെ ബർത്ത്ഡേക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി റെഡിയാക്കി ഇറക്കിയതാണ് കേട്ടോ. പക്ഷെ ചിരിക്കാൻ പറഞ്ഞിട്ട് ചിരിക്കണില്ല കേട്ടോ. ഓരോന്ന് കാണിക്കട്ടോ മുഖം കൊണ്ട്. ഓരോന്ന് കാണിച്ച് അവസാനം കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടോ. കുട്ടികൾ അങ്ങനെയല്ലല്ലേ, ആവശ്യമുള്ള നേരത്ത് നേരെ നിൽക്കില്ല, ആവശ്യമില്ലാത്ത നേരത്ത് കുറേ ഫോട്ടോസൊക്കെ കിട്ടും ചെയ്യൂലേ. അങ്ങനെ ഞാൻ കിച്ചണിക്ക് വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്നലെ അതാ റെഡിയാക്കി വെച്ചിരുന്ന ഡോണറ്റിൻ്റെ മാവൊക്കെ നല്ല സെറ്റ് ചെയ്യുന്നുണ്ട്, പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോണറ്റൊക്കെ ഉണ്ടാക്കിട്ടോ. ഡോണറ്റൊക്കെ റെഡിയാക്കി. ഡോണറ്റ് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എണ്ണയിലൊക്കെ ഇട്ടപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡോണറ്റ് ഉണ്ടാക്കി. ഡോണറ്റ് ഞാൻ ചോക്ലേറ്റിലൊക്കെ മുക്കി സെറ്റാക്കിട്ടോ. കേക്ക് ഇന്നലെ ഉണ്ടാക്കിയതുകൊണ്ട് പിന്നെ അതിൻ്റെ പണിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഡോണറ്റ് റെഡി ആക്കിയിട്ട് ഞാനത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോഴേക്കും ഇത് അമ്മായി വന്നിട്ടുണ്ട്. അമ്മായി ഇതാ ഇബുവിനെ നോക്കിയിരിക്കട്ടെ. ഇബു ഇവിടെ ടി വി ആണ് കേട്ടോ. ഇബുവിന് പിന്നെ ടി വി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ അപ്പോഴേക്കും ആരാ വന്ന് നോക്കിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ റമീസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. റമീസ് വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് കേട്ടോ റമീസ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്തു കേട്ടോ. അവൾക്കാണെങ്കിൽ എല്ലാവരും കൂടി കണ്ടിട്ട് ഭയങ്കര നാണാ കേട്ടോ. ഷാഹിനൂനെ പിന്നെ ഞങ്ങൾ അവിടെ പിടിച്ച് നിർത്തിയത് കേട്ടോ. അവൻ അവൻ്റെ അമ്മാനെ അങ്ങനെ നോക്കാൻ സൈഡിൽ കൂടെ കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ നിന്നോ എന്താ അവിടെ നിന്നാലും പറഞ്ഞിട്ട് പിടിച്ച് നിർത്തിയത് കേട്ടോ. എനിക്കാണെങ്കിലോ അങ്ങനെ നിൽക്കുന്നത് തീരെ ഇഷ്ടമല്ല. ഇബു പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോ നിൽക്കുന്നു. ഇബുവിനെ പിന്നെ ഇതിനൊന്നും കിട്ടില്ല എന്നുള്ള രീതിയിലാണ്. ഓനൊരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് അവൻ പെട്ടെന്ന് പോകുന്നു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് അവമോൾ ഇഷമോൾക്കും കൊടുത്തു, ഇഷമോൾ അവമോൾക്കും കൊടുത്തു. ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരമായിട്ട് വർത്താനൊക്കെ പറഞ്ഞു. മുഞ്ചു എന്തൊക്കെയോ ഉമ്മാനോട് പറയുന്നത് ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇമ്മക്ക് പല്ലുവേദനയാണ്, പല്ലുവേദനയുടെ കാര്യം പറഞ്ഞ് ചിരിക്കുക കേട്ടോ മുഞ്ചു. കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കേട്ടോ. ഞങ്ങളെ കൂടെ മുഞ്ചു ഉണ്ടായിരുന്നു കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ. മുഞ്ചു പിന്നെ എല്ലാ കാര്യത്തിലും ഭയങ്കര നല്ല ഹെൽപ്പിംഗ് കേട്ടോ. മുഞ്ചുവിൽ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇളയമ്മ അവിടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇമ്മയായിട്ടോ ചപ്പാത്തി പരത്തി കൊടുക്കണത്. ഞാൻ പിന്നെ ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം അവമോളുടെ അംഗനവാടിക്ക് കേക്ക് കൊടുന്നു കേട്ടോ. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ കേക്ക് കൊടുക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അംഗനവാടിയിൽ കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇബൊക്കെ വന്നേക്കാൻ ഞാൻ കളിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ഇബോനും ഇങ്ങോട്ട് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എല്ലാവരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ. അവമോളുടെ അടുത്ത് നിൽക്കണം കേട്ടോ കെൻസ. അവമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ കെൻസ. അങ്ങനെ ഇബു ടീച്ചർ എടുത്തിട്ടോ. ഇബുവിന് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നൊന്നും വേണ്ട. ഇതാട്ടോ താഴത്തെ അംഗനവാടിത്തെ ടീച്ചർമാർ. മുഞ്ചു ഉണ്ട് എൻ്റെ കൂടെ. കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കേക്ക് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കുട്ടികളൊക്കെ ഇരുന്ന് കഴിച്ചിട്ടോ. താഴത്തെയും മേലത്തെയും കുട്ടികളൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ടാട്ടോ കേക്ക് കട്ട് ചെയ്യുന്നത്. യൂണിഫോം ഇട്ടതൊക്കെ വലിയ കുട്ടികളൊക്കെ താഴത്തുള്ള കുട്ടികളാട്ടോ. അങ്ങനെ എല്ലാവരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്തു. മോളോട് ഇങ്ങനെ എടുത്തിട്ട് എല്ലാവരും വായിൽ കൊടുക്കാൻ പറയുന്നുണ്ട്. പക്ഷേ അവമോൾ എടുക്കണില്ല കേട്ടോ. അവമോൾക്ക് കുറവായിട്ട് നിൽക്കുക കേട്ടോ. ഒക്കെ ഭയങ്കര നാണം. എല്ലാവരും കേക്കിന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. വീട്ടിലേക്ക് ഉണ്ടാക്കി അതേപോലത്തെ ഡിസൈൻ തന്നെ കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത്. ഒരേപോലത്തെ ഡിസൈൻ മതി പറഞ്ഞിട്ടോ അങ്ങനെ ഉണ്ടാക്കിയത്. ഇവർക്ക് വേറെ ഡിസൈൻ അവിടേക്ക് വേറെ ഡിസൈൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തേക്കും ഒരേപോലത്തെ ഡിസൈനുള്ള കേക്കാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ രണ്ട് കുഞ്ഞു മക്കൾ കേട്ടോ. ഒന്ന് ഇബു, മറ്റേ കുട്ടിയുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എൻ്റെ അവമോളെ അതിനെ ബേബി എന്നിട്ട് വിളിക്കൽ. അപ്പോൾ ഞാൻ ടീച്ചറോട് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു ഞങ്ങളെല്ലാവരും അവനെ ബേബി തന്നെ വിളിക്കൽ. അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറയുന്നത് കേട്ടോ. അങ്ങനെ കുട്ടികൾക്കൊക്കെ പ്ലേറ്റിലിട്ടിട്ട് കേക്ക് കൊടുത്തു കേട്ടോ എല്ലാവർക്കും. വലിയ മക്കളൊക്കെ താഴത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്കുള്ള കേക്ക് താഴത്തേക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞാനും മുഞ്ചു വിട്ടു പോകുന്നത്. ഇത് റമീസ് കൊടുന്ന ഗിഫ്റ്റ് കേട്ടോ. റമീസ് പിന്നെ കൊണ്ടുമ്പോൾ മൂന്നാൾക്ക് ഒരുമിച്ചിട്ടാട്ടോ കൊണ്ടുവരിക. ഇത് ഹന്നമ്മോള് വാങ്ങിക്കൊടുന്ന കേട്ടോ അവൾക്ക്. അപ്പോൾ ഇതൊക്കെ കേട്ടോ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.